അങ്ങനെ ഞങ്ങളുടെ മമ്മിയുടെ സൈഡിൽ നിന്ന് ഒരു ഫാമിലി റീയൂണിയന് പോവുകയാണ് ആഫ്റ്റർ 5 ലോങ് ഇയേഴ്സ്. ഇത് വേറെ എങ്ങും വെച്ചല്ല, ജോർജിയയിൽ ബ്ലൂ റിഡ്ജ് മൗണ്ടൻസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് ഞങ്ങൾ ഫാമിലി റീയൂണിയൻ വയ്ക്കുന്നത്. ഇതിന് അമേരിക്കയിലെ പല സ്റ്റേറ്റ്സിൽ നിന്നും ഹസ്ബൻഡായ ടിമ്മിയുടെ കസിൻസ് എല്ലാവരും വരുന്നുണ്ട്. ബേസിക്കലി ന്യൂയോർക്ക്, ന്യൂജേഴ്സി, ഫിലഡൽഫിയ, ടെക്സസ്, അങ്ങനെ ഈ സ്ഥലങ്ങളിൽ നിന്നെല്ലാം വരുന്നതുകൊണ്ട് ഞങ്ങൾ ഫ്ലോറിഡയിലായതുകൊണ്ട് ഞങ്ങൾക്ക് ഡ്രൈവിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. 8.5 മണിക്കൂറാണ് ഞങ്ങൾക്ക് ബൈ റോഡ്. അപ്പം ഞങ്ങൾ ജോർജിയയിലേക്ക് കയറി. ജോർജിയയിൽ ഗവർണർ ആരാന്ന് അറിയത്തില്ലെങ്കിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ബോർഡിൽ. എനിവേയ്സ് ഞങ്ങൾ അങ്ങനെ പിള്ളേരൊക്കെ കയറിയപ്പോൾ തൊട്ട് എപ്പോൾ എത്തും എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾ ഓർത്തു വിശപ്പിൻ്റെ വിളിയൊക്കെ ഒന്ന് മുറുകി തുടങ്ങി, നമുക്ക് ബ്രേക്ക് എടുത്തേക്കാം. അങ്ങനെ ഞങ്ങളൊരു 10:45 ഞങ്ങൾ ഒരു ഫസ്റ്റ് ബ്രേക്ക് എടുത്തു. ഞങ്ങളുടെ ഡെന്നീസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. പിള്ളേരാണെങ്കിലും കുറേ നേരമായില്ലേ, പുറകെ ഇരുന്ന് മടുത്തല്ലോ, മമ്മിയും മടുത്തു. അപ്പം ഞങ്ങളെല്ലാവരും അങ്ങനെ പിന്നെ വിശപ്പിൻ്റെ വിളി വന്ന് മുട്ടിയാൽ പിന്നെ യാതൊരു രക്ഷയില്ല. അങ്ങനെ എന്തായാലും ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങനെ ആകാംക്ഷപൂർവ്വം വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഒരു കാപ്പിയൊക്കെ കുടിച്ചിരുന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ ഫുഡ് ഇതാ റെഡിയായി എത്തി. എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള കുറേ കോഴ്സുകൾ പറഞ്ഞു. അങ്ങനെ എല്ലാവരും നല്ല സുഖമായിട്ട് ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് ഞങ്ങൾ പിന്നെയും ബൈ റോഡ് ബാക്കി ട്രാവൽ ചെയ്യാൻ ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്കും ചെറിയ മഴയൊക്കെ ചാറി തുടങ്ങി. നിങ്ങൾക്ക് ഇത് വീഡിയോയ്ക്കകത്ത് കാണത്തില്ല, പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ കാണാം. ഇവിടെ ഇങ്ങനെ മഴ തൂളിങ്ങുള്ളെങ്കിലും അങ്ങോട്ട് ദൂരെ മുന്നിലോട്ട് നോക്കുമ്പോൾ വലിയ മഴയാട്ടോ പെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ മഴയ്ക്കകത്തേക്ക് ചെന്ന് കയറണ പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. എന്തായാലും അങ്ങനെ ഞങ്ങൾ കുറേ അങ്ങനെ ഡ്രൈവ് ചെയ്തു. അങ്ങനെ എല്ലാവരും ഞങ്ങളാണെങ്കിൽ കുറച്ച് നേരം പാട്ടൊക്കെ വെച്ച് കേട്ടു. പിന്നെ പിള്ളേരാണെങ്കിലും ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ ഫോണിലും ഐപാഡിലും ഒക്കെ കയറി കുറേ നേരം കളിച്ചു. അങ്ങനെ മമ്മിയാണെങ്കിലും ചെറിയൊരു നാപ്പ് എടുത്തു. അങ്ങനെ ഞങ്ങൾ ഫൈനലി അറ്റ്ലാന്റയിലെത്തി കേട്ടോ. അറ്റ്ലാന്റയിലെത്തിയപ്പം നല്ല ബിസി ടൈമിലേക്കാണ് ഞങ്ങൾ ഉച്ചയ്ക്കോട്ടാണ് വന്ന് കയറിയത്. പക്ഷേ എന്നാലും അത്രയ്ക്ക് ബാഡല്ലായിരുന്നു ഞങ്ങൾ ഓർത്ത അത്രയും കേട്ടോ. നമ്മൾ സൗത്തിൽ നിന്ന് എപ്പോഴും നോർത്തിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പം പാസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന സ്ഥലമാണ് ഈ അറ്റ്ലാന്റയിലെ ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഫേമസ് ട്രാഫിക് തന്നെയാണ്. കാരണം അത്രയ്ക്ക് ടൈം കൺസ്യൂമിങ്ങാണ്. എന്തായാലും ഞങ്ങൾ അവിടുന്ന് ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ പിന്നെ ഒരു 1-2 കുഞ്ഞ് ബ്രേക്ക് കൂടി എടുത്തു കേട്ടോ. പക്ഷേ ഫുഡ് കഴിക്കാനുള്ള ബ്രേക്ക് എടുത്തില്ല. ജസ്റ്റ് ഒരു സ്നാക്ക് പോലെ ഒരു സ്റ്റാർബക്സിൽ കയറി മറ്റു മെക്ഡോണൽസിലും കയറി അങ്ങനെ ചെറിയൊരു ബ്രേക്ക് എടുത്ത് ഞങ്ങൾ ഫൈനലി ജോർജിയ ബ്ലൂ റിഡ്ജ് എന്ന സ്ഥലത്ത് എത്തി. ഇതാ ഞങ്ങളുടെ ക്യാബിനിലേക്ക് തിരിയുകയാണ് ഗൈസ്. Next home for the next 3-4 days, okay? നമ്മൾ വീട്ടിൽ ചെക്ക് ഇൻ ചെയ്യുന്ന 4 PM അതിൻ്റെ മുമ്പ് തന്നെ അവർ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാനുള്ള കോഡൊക്കെ അയച്ചു തന്നു കേട്ടോ. അങ്ങനെ കോഡൊക്കെ ഇട്ട് നമ്മൾ പതുക്കെ അകത്തേക്ക് കയറി. വീട് ഒന്ന് കണ്ടാലോ. അപ്പം ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് റൂം. ഇവിടെ 2 ക്വീൻ ബെഡ് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് റൂമിൽ ഒരു വലിയ കിങ് മാട്രസ് ഉണ്ട്. അങ്ങനെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാട്ടോ. 2 റൂം നമ്മൾ കയറുന്ന ലെവലിൽ തന്നെയുണ്ട്. പിന്നെ മുകളിൽ ഒരു 6 റൂമും ബേസ്മെൻറ്റ് ലെവലിൽ ഒരു വേറെ 2 റൂമും ഉണ്ട് കേട്ടോ. കയറുമ്പം തന്നെ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയത് ഭയങ്കര ഭാഗ്യം കേട്ടോ. കാരണം ഇനി ഈ കാണുന്ന പോലെ ഒന്നും ആയിരിക്കത്തില്ല. ആന കരിമ്പങ്കാട്ടി കയറിയ പോലെ ആയിരിക്കും കുറച്ച് കഴിയുമ്പം എല്ലാവരുടെയും എത്തിക്കഴിയുമ്പം കേട്ടോ ഗൈസ്. എന്തായാലും ഇതാണ് നമ്മുടെ ലോങ് ഡൈനിങ് ടേബിൾ. എത്ര പേര് വന്നാലും നിരന്നിരിക്കാനുള്ളൊരു സ്ഥലമുണ്ട്. അതുപോലെ നമുക്ക് പുറത്തേക്ക് ഒരു എക്സ്റ്റെൻഡഡ് പാറ്റിയോ ഉണ്ട്. അവിടെയും ഉണ്ട് നല്ല ഒരു ടേബിള്, ഒരു നല്ല 2 കൗച്ച്. പിന്നെ അവിടുന്ന് ഒരു ഓപ്പൺ പാറ്റിയോയും ഉണ്ട്. ഇത് കണ്ടോ, ലിവിങ് റൂം നല്ല വിശാലമായ ഷോറൂമൊക്കെ പോലെ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക കേട്ടോ. പിന്നെ ഏറ്റവും മുകളിൽ നിന്നാലും നമുക്ക് താഴോട്ടൊരു കണക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് നല്ല രസമായിരിക്കും. മുകളിൽ നിന്നാലും ആൾക്കാർക്ക് താഴോട്ട് ഇങ്ങനെ മിണ്ടാനും പറക്കാനൊക്കെ പറ്റും. എന്തായാലും അങ്ങനെ ബാക്കി ഇവിടെ കണ്ടോ, ഇതാണ് മുകളിലത്തെ മെയിൻ മാസ്റ്റർ ബെഡ്റൂം. ഇതിൻ്റെ അകത്ത് ഈ 2 കൗച്ച് എന്ന് പറഞ്ഞാൽ സ്ലീപ്പർ കൗച്ചുകളാണ്. പിന്നെ ഒരു കിങ് മാട്രസ് ഉണ്ട്. പിന്നെ ഇത് അകത്തേക്കും ബാത്റൂമിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഒരു ബെഡ്റൂമിനേക്കാളും വലിയ ബാത്റൂം ആട്ടോ. എന്തായാലും നല്ല അടിപൊളി സ്ഥലമാണ്. ഇനി നമുക്ക് ബേസ്മെൻ്റ് ഒന്ന് കണ്ടാലോ. അങ്ങനെ ഞങ്ങൾ ഇതാ താഴോട്ട് പതുക്കെ ഇറങ്ങി. ഇതാണ് ഗൈസ് ബേസ്മെൻറ്റിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ബോൾസൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ ഒത്തിരി ഗെയിംസ് കളിക്കാനുള്ള ലൈറ്റ് ഒന്ന് കണ്ടുപിടിച്ചിട്ടെ. ഓക്കെ, എനിവേസ് കണ്ടോ, ഗെയിം സ്റ്റേഷൻസ് ഉണ്ട്. പിന്നെ പോക്കർ കളിക്കാൻ, പിന്നെ നമ്മൾ ടേബിൾ ടെന്നീസ്, പോളോ, ഇങ്ങനെ പല ഗെയിംസ് കളിക്കാനുള്ള ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ഇഷ്ടംപോലെ
പോലെ സമയം സ്പെൻഡ് ചെയ്യാൻ. അതുപോലെ കറങ്ങി തിരിഞ്ഞ് വന്നപ്പോഴാണ് നമ്മുടെ ഹോം തിയേറ്റർ കണ്ടത്. ഒരു 8-10 പേർക്ക് നല്ല സുഖമായിട്ട് ഫുൾ റിക്ലൈനറായിട്ട് കിടന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു ഹോം തിയേറ്റർ ഉണ്ട്. പിന്നെ ഇനിയാണ് ഞങ്ങളുടെ വമ്പൻ സർപ്രൈസ്. യെസ് ഗായ്സ്, ഇൻഡോർ ബാസ്ക്കറ്റ്ബോൾ കോർട്ട്. നമ്മുടെ ബേസ്മെൻറ്റിൽ ഇത്രയും വലിയൊരു ബാസ്ക്കറ്റ്ബോൾ കോർട്ടുള്ള വീടാണ് എന്ന് ഒരിക്കലും പറയത്തില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ബാസ്ക്കറ്റ്ബോൾ കോർട്ടുള്ളൊരു ക്യാബിൻ കാണുന്നത്. പിന്നെ അതിലും വലിയ അട്രാക്ഷനാണ് നമുക്ക് പ്രൈവറ്റ് റിവർ. നമ്മുടെ ക്യാമ്പസിൽ തന്നെ പ്രൈവറ്റ് റിവർ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആൾക്കാർക്ക് പതുക്കെ വന്നു തുടങ്ങി കേട്ടോ. ഞങ്ങളായിരുന്നു ഫസ്റ്റ് വൺസ് വന്നതിൽ. അതുകൊണ്ടാണ് ആ വീഡിയോ അന്നേരം എടുത്തത് കേട്ടോ. എന്തായാലും ഇതാണ് കാണുന്നതാണ് നമ്മുടെ വീട്. ഈ കാണുന്ന ഫുൾ ഒരു 7 ഏക്കറിൻ്റെ അകത്ത് ഒരു വീടാണ്. ആരും വന്നപ്പോഴത്തേക്കും ആ എക്സൈറ്റ്മെൻറ്റിൽ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നു കേട്ടോ. എന്തായാലും ഇന്നത്തേക്ക് തൽക്കാലം ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞങ്ങൾ ഡേ 2 കടന്നു. രാവിലെ ഒരു ചെറിയ വീഡിയോ ഒക്കെ എടുത്ത് നേച്ചറൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് ഞങ്ങൾ അന്നത്തെ അജണ്ടയിലേക്ക് കിടക്കാമെന്ന് വെച്ചു. അപ്പം ക്രിയേറ്റ് മൈ ടീ എന്ന വെബ്സൈറ്റിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും ഒരുപോലത്തെ ടീഷർട്ട് ഓർഡർ ചെയ്തായിരുന്നു, പാറ്റിയൽ റീയൂണിയൻ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങളുടെ ഈ ഫാമിലിയുടെ ബേസ് എന്ന് പറഞ്ഞാൽ പാറ്റിയൽ ഫാമിലിയാണ്. അങ്ങനെ ഞങ്ങൾ ആ ഫാമിലിനെയും ഇട്ട് 2025 ഒരു ഷർട്ടൊക്കെ ഇട്ട് ഞങ്ങൾ അടിച്ചു പൊളിച്ച് എല്ലാവരുടെ ഒരു നടവിളി, ജ്ഞാനായക്കാരുടെ ഒരു അഭിമാനമാണല്ലോ നടവിളി. അങ്ങനെ നടവിളിയിൽ തന്നെ അങ്ങ് തുടങ്ങിയേക്കാന്ന് വെച്ചു. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ അടുത്തൊരു വൈൻയാർഡുണ്ട്. അപ്പം ഞങ്ങൾ ആ വൈൻയാർഡിൽ പോയി. എന്നാൽ പിന്നെ മുന്തിരി വൈനൊക്കെ ഒന്ന് കണ്ടാലോ എന്ന് വെച്ചു. അപ്പം അതിൻ്റെ മുമ്പ് ഞങ്ങൾ ചെറുതായിട്ട് ഒരു ഷാർട്ട് എടുത്തിട്ട് ഒന്ന് ചാർജപ്പ് ചെയ്യുക കേട്ടോ. ഞങ്ങൾ താമസിച്ച വീട്ടിൽ നിന്ന് ഒരു 20 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ടായിരുന്നു ഈ മുന്തിരി വൈനിലേക്ക്. എന്തായാലും പക്ഷെ ഭയങ്കര വെറുത്തായിരുന്നു കേട്ടോ. ഭയങ്കര ചൂടുണ്ടായിരുന്നു ശരിയാ. പക്ഷേ എന്നാലും ആദ്യമായിട്ടാണ് ഇങ്ങനെ മുന്തിരി ഇങ്ങനെ കുലച്ച് കിടക്കുന്നത് കാണുന്നത്. പച്ചമുന്തിരി ആയതുകൊണ്ട് നമുക്ക് ഫോട്ടോയ്ക്ക് അതൊക്കെ കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞാൻ ക്യാമറ മാക്സിമം സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ നല്ല പുളിയുള്ള മുന്തിരിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ മുന്തിരിത്തോട്ടത്തിൻ്റെ അകത്തൂടെ നമുക്ക് പാർക്കാം. മുന്തിരിത്തോപ്പുകൾ എന്നൊക്കെ പറയുന്ന പോലെ കുറേ നേരം അതിൽ ലാലാപാടി നടന്നു. ഭയങ്കര ചൂടായിരുന്നു, പക്ഷെ എന്നാലും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ മെയിനായിട്ട് ടൂറിസ്റ്റുകളാണ്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഒത്തിരി ഓരോ ബോട്ടിലൊക്കെ വൈൻ വാങ്ങിച്ച് ഇങ്ങനെ ടേബിളിൻ്റെ അടുത്തിരുന്ന് ഈ അപ്പൂപ്പൻ്റെ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് കുറേ മണിക്കൂറുകൾ അങ്ങനെ ഇങ്ങനെ ഇരിക്കും. ബൈ ദ വേ, ഒരു ബോട്ടിൽ വൈനിന് ഇവിടെ $56. അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിക്കണോ വേണ്ടിയോ എന്ന തേങ്ങലിൽ നിന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ കൂടെയുള്ള സജിച്ചേട്ടായി ഒരു 3 കുപ്പി വൈൻ അങ്ങ് സ്പോൺസർ ചെയ്ത് ഞങ്ങളും അങ്ങനെ ഇരുന്നങ്ങ് വൈൻ അടിച്ചു കേട്ടോ. വൈൻ ടേസ്റ്റിങ് ചെയ്തു. നല്ല അടിപൊളിയായിരുന്നു. ഒരെണ്ണം റെഡ് വൈനും ഒരെണ്ണം വൈറ്റ് വൈനും വാങ്ങിച്ചു. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് എല്ലാം ടേസ്റ്റ് ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ട്. നമ്മുടെ ആൾക്കാർക്ക് പണ്ടേ ഇരുന്ന് അത്ര ശീലമില്ലാത്തതുകൊണ്ട് എല്ലാവരും ഓടി നടക്കുമായിരുന്നു കേട്ടോ കുറേ നേരം. ഇത് 2 പെങ്ങന്മാർ പൊന്നാങ്ങളോട് നടക്കുന്ന കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ എത്തിയപ്പോഴത്തേക്കും നിൽക്കണ ഒരു മാൻ. വൈകിട്ടത്തെ ചട്ടി കയറ്റാവെന്ന് അറിയാൻ വേണ്ടി ഒന്ന് പുറകെ പോയി നോക്കി, പക്ഷെ നടന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന റിബ്സും കുറേ വെജിറ്റബിൾ ഉണ്ടാക്കിയ കുറേ സാലഡും അങ്ങനെ കുറേ ചിക്കൻ കാലുകളും എല്ലാവരും അടിച്ച് ഞങ്ങൾ വൈകിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു ലോങ് ഡിന്നർ കഴിച്ചു കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോൾ ജോസ്മോനും ജീബയും കൂടി ഒരു ബ്ലൂ ലേബൽ എല്ലാവർക്കും വേണ്ടി സ്പോൺസർ ചെയ്തു. പിന്നെ ഞങ്ങൾ ഈ കടന്നു വരുന്ന ടോമിളിൻ്റെയും സിന്ധു ചേച്ചിയുടെയും ഇളയ മകനായ ജെയ്ഡൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചു കേട്ടോ. 18 വയസ്സായി ജെയ്ഡൻ എന്ന്. എന്തായാലും ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ ഈ ഫാമിലി റീയൂണിയൻ്റെ അവിടെ വെച്ച് ഒരു ബർത്ത്ഡേ പാർട്ടിയുടെ ആഘോഷിച്ചു. പിന്നെ ഞങ്ങൾ ക്യാമ്പ് ഫയറിലേക്ക് കടന്നു കേട്ടോ. പിള്ളേർക്ക് എല്ലാവർക്കും സ്മോൾസ് ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് നമ്മൾ വലിയ നീളമുള്ള ഒരു കോലിൻ്റെ അറ്റത്ത് ജംബോ മാഷ്മെലോസ് വെച്ച് അത് തീക്കകത്ത് ഇങ്ങനെ കഴിയുമ്പോഴത്തേക്കും പിന്നെ അത്
ഉരുകി കഴിഞ്ഞിട്ട് അതിൻ്റെ 2 സൈഡിലും ഗ്രാം ക്രാക്കേഴ്സും അതിൻ്റെ അകത്ത് ഒരു ഹെർഷീസിൻ്റെ ചോക്ലേറ്റൂടെ വെച്ച് ഒരു സാൻഡ്വിച്ച് പരുവത്തിനാക്കിയിട്ട് കഴിക്കും. അങ്ങനെ ഞങ്ങളുടെ സെക്കൻഡ് ഡേ ഞങ്ങൾ അടിപൊളിയായിട്ട് ചുമല പാറ്റിയൽ റീയൂണിയൻ്റെ ടീഷർട്ടൊക്കെ ഇട്ട് തകർത്ത് വാരി തീർത്തു കേട്ടോ. എന്തായാലും ഞങ്ങൾ ഇനിയിപ്പോൾ രാത്രി കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് വീടിൻ്റെ അകത്ത് കയറി പോവാം. എന്നിട്ട് കുറേ പാട്ടൊക്കെ പാടി കുറച്ച് ചീട്ടൊക്കെ കളിച്ച് ഞങ്ങളങ്ങനെ ഇരിക്കും. എന്നാൽ പിന്നെ നാളെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ 3rd ഡേയിലേക്ക് കടന്നു. രാവിലെ എല്ലാവരും ഏറ്റൊക്കെ വരുമ്പം ഒരു 10 മണി 11 മണിയൊക്കെ ആവും കേട്ടോ. കാരണം കിടക്കണത് എല്ലാവരും രാത്രി ഒത്തിരി ലേറ്റായിട്ട് 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴാണ്. അപ്പോൾ എല്ലാവരും പതുക്കെ ഏറ്റ് ഒരു ബ്രഞ്ച് പോലെ എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചിട്ട് ഞങ്ങളെല്ലാവരും പുറത്ത് പോയി ഒരു ലേക്കിൻ്റെ അടുത്താണ് പോയത്. കാര്യം പറഞ്ഞാൽ ഫ്ലോറിഡയിൽ നിന്ന് ഞങ്ങൾ വലയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷെ വലയിടാൻ പറ്റത്തില്ലായിരുന്നു, കാരണം ഒത്തിരി കല്ലായിരുന്നു. അപ്പം സ്റ്റക്കാവുമെന്നും പറഞ്ഞ് ഞങ്ങൾ വലയിട്ടില്ല. പിന്നെ പിള്ളേർ സെറ്റ് എല്ലാവരുടെ കൂടി ഒരു ഹൈക്കിങ്ങിന് പോയി. ഒരു വാട്ടർഫോളൊക്കെ കണ്ട് അവരങ്ങനെ അടിച്ചു പൊളിച്ചു. ഞങ്ങൾ ബാക്കിയുള്ളവരും കുഞ്ഞു പിള്ളേരും ഞങ്ങളെല്ലാവരുടെ ഇങ്ങനെ കാട്ടിക്കൂടെയൊക്കെ കുറേ നേരം നടന്ന് ലേക്കിൽ കൂടെയൊക്കെ പോയി തിരിച്ചു വന്ന് പതുക്കെ ഒരു ഷോർട്ട്സൊക്കെ എടുത്ത് ചാർജ് ചെയ്തു. പിന്നെ ഞങ്ങൾ അങ്ങ് അടിച്ചു പൊളിച്ചു. അങ്ങനെ പിന്നെ വൈകിട്ടത്തേക്ക് ഞങ്ങൾ ഓർത്തു, അന്നേരത്തേക്കും തന്നെ വൈകിട്ട് 4 മണിയായിട്ടോ. പിന്നെ ഞങ്ങൾ പുറത്ത് ഞങ്ങൾക്ക് പ്രൈവറ്റ് റിവർ ഉണ്ടായിരുന്നേ. അപ്പോൾ ആ റിവറിൻ്റെ അകത്ത് ഞങ്ങളെല്ലാവരുടെ പോയി കുറേ നേരം അവിടെ കളിച്ചു. അപ്പം അതിൻ്റെ അകത്ത് ഈ സർക്കസൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അത് കഴിഞ്ഞ് അപ്പം പിള്ളേർ സെറ്റ് എല്ലാവരോടും കൂടി കുറേ വാട്ടർ ബലൂൺസ് ഒക്കെ കൊണ്ടുവന്നു. എന്തായാലും എല്ലാവരും നനഞ്ഞിരിക്കുക. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഊടുപാട് എറിയുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു റീൽസ് അടിച്ചു. ഞങ്ങൾ നമ്മുടെ ലാലേട്ടൻ്റെ സ്വന്തം നരനിലെ ഒരു റീൽസ് അങ്ങ് തട്ടിയേക്കാൻ ഓർത്തു. അങ്ങനെ അതും കഴിഞ്ഞു. പിന്നെ നമ്മുടെ ബർത്ത്ഡേ ബോയ് ആയ ജെയ്ഡിന് എല്ലാവരും കൂടി കുറേ ട്യൂബം കിട്ടും. ഇത്രയും ട്യൂബ് ഇട്ടിട്ട് മറിച്ചാൽ മറിയോ എന്നുള്ള ഒരു എക്സ്പെരിമെൻറ്റ് നടത്താമെന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി അവൻ്റെ കാലെ പിടിച്ചങ്ങ് പൊക്കി. പക്ഷേ കുറേ പൊങ്ങി വന്നു കേട്ടോ. പക്ഷേ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവനും പിന്നെ പുറത്ത് ചാടാൻ പറ്റുന്നില്ലായിരുന്നു. ഞങ്ങളുടെ തൊമ്മിക്കുട്ടനാണെങ്കിൽ തോട്ടിൽ നിന്ന് 4 മീനെ കപ്പിൻ്റെ അകത്ത് പിടിച്ചു. അത് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് തൊമ്മിയുടെ. പിന്നെ ഞങ്ങളുടെ മാത്തപ്പനെ ഞങ്ങളെല്ലാവരുടെ കൂടി ഇങ്ങനെ ഊഞ്ഞാലാട്ടി അതിൻ്റെ മുകളിൽ കൂടെ കുറേ ചാടി കളിച്ച്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഓർത്തു എന്നാൽ ഒന്ന് ചാർജപ്പ് ചെയ്തിട്ട് വോളിബോൾ കളിക്കാമെന്ന്. അങ്ങനെ ബീച്ച് വോളിബോൾ എന്ന രീതിയിൽ സാൻഡ് അവിടെ ഇട്ടൊരു കോർട്ടുണ്ടായിരുന്നു. ആ കോർട്ടിൽ എല്ലാവരും ഭയങ്കര തമാശയായിട്ട് കുറേ നേരം വോളിബോളൊക്കെ കളിച്ച് ഭയങ്കര വാശിയേറിയ മത്സരമായിരുന്നു കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ കാണാൻ നിങ്ങൾക്ക് ആ വാശിയുടെ ഒരു ആഴം. ഇത് ചുമ്മാ പടക്കം കേട്ടോ, റിയൽ വഴക്കൊന്നുമല്ല, ചുമ്മാ തമാശയ്ക്കാട്ടോ. ഈ കളിയും ബഹളം എല്ലാം കഴിഞ്ഞപ്പം നമ്മൾ പറയല്ലേ വിശപ്പിൻ്റെ വിളി ഓട്ടോ വിളിച്ച് വന്നു എന്നൊക്കെ, അതുപോലെ നല്ല വിശപ്പായി എല്ലാവർക്കും. സഹിച്ചേട്ടായി അടിപൊളിയായിട്ട് എല്ലാവർക്കും നല്ല ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കി തന്നു. അതെല്ലാം കഴിച്ച് ചാർജ് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ ഗെയിംസിലേക്ക് കടന്നു. ആദ്യത്തെ ഗെയിം ബോൾ പാസിങ് ആയിരുന്നു. എല്ലാവരും ടേബിളിൻ്റെ വട്ടത്തിൽ നിന്ന് ബോൾ പാസിങ്. ചിലരൊന്നും കൈ പിടിക്കുന്ന പോലല്ലോ, വായുവിൽ കൂടി അടുത്ത ആളുടെ കയ്യിലേക്ക് പറന്ന ബോൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ക്ലൈമാക്സിലേക്ക് വന്നപ്പോഴത്തേക്കും അവസാനം ജോയൽ വേഴ്സസ് മാത്യു ആയി. അങ്ങനെ ഞങ്ങളുടെ ഫൈനലാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മാത്യു കുട്ടൻ ഔട്ടായി, ജോയൽ വിജയശ്രീ ലളിതനായി. പിന്നെ നമ്മൾ അഡൽട്സിൻ്റെ ഗെയിമിലേക്ക് കടന്നു. സെയിം ഗെയിം പക്ഷെ അഡൽട്സ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കളിച്ചൊരു ഗെയിമാണ് ഫ്ലിപ്പ് ദ കപ്പ്. സാധാരണ നമ്മൾ ടേബിളിന് 2 അറ്റത്ത് നിന്ന് ഫ്ലിപ്പ് ചെയ്യുന്നതിന് പകരം ഞങ്ങൾ പാട്ടൊക്കെ ഇട്ട് ഒരു ഓളത്തിന് വേണ്ടി പാട്ട് നിന്ന് കഴിയുമ്പം ചാടി ഫ്ലിപ്പ് ചെയ്തോണം. അപ്പോൾ എവിടെയാണോ അവിടെ നിന്ന് കപ്പ് ഫ്ലിപ്പ് ചെയ്തിട്ട് ആ ടേബിളിൽ അവസാനം ഫ്ലിപ്പ് ചെയ്യുന്നയാൾ ഔട്ടാവും. ഈ ഗെയിമായിരുന്നു ഞങ്ങൾ കളിച്ചത്. അങ്ങനെ ഓരോരുത്തർ ഔട്ടായി അതും ഫൈനലിലേക്ക് വന്ന് എത്തിപ്പെട്ടു. ഇതുകൊട്ട് കപ്പുണ്ടെങ്കിൽ നമുക്ക് പല ഗെയിംസ് വരും കേട്ടോ. അങ്ങനെ ഇത് ഞങ്ങളുടെ കപ്പിൻ്റെ അടുത്ത ഗെയിമായിരുന്നു. ഹെഡ്, ഷോൾഡർ, നീസ്, കപ്പ്. ഈ 4 വാക്ക് പറഞ്ഞിട്ട് കപ്പ് പറയുമ്പോൾ ചാടി കപ്പ് എടുക്കുന്നയാൾ ജയിച്ചു. Knee, shoulder, knee, shoulder, head, knee, cup. You know what this is?
kind of getting together, everybody together. You know, I'm talking in English just for the kids. I thought, Yeah. you know, അങ്ങനെ കുറേ തമാശകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ റാപ്പപ്പ് ചെയ്തു. അടുത്ത ദിവസം നേരം വെളുത്തപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ബൈ റോഡ് 8.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. ഇതാണ് അറ്റ്ലാന്റ ഡൗൺ ടൗൺ ആണ് ഇപ്പോൾ പാസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് കാണാം. കുറേ പോന്നു കഴിഞ്ഞപ്പോൾ ഇനി വിശപ്പായതുകൊണ്ട് ഐ ഹാപ്പി കറി ഒരു ബ്രഞ്ചായിട്ട് കഴിച്ചു. അത് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ബക്കീസ് എന്ന് പറഞ്ഞ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കടയാണ് ഇവിടുത്തെ. അത് ഗ്യാസ് സ്റ്റേഷനും ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഗ്രോസറീസും ഇല്ലാത്തതൊന്നുമില്ല ബേസിക്കലി. അങ്ങനെ അവിടെ കയറി ഒരു ക്വിക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ കുറേ ഡ്രൈവ് ചെയ്ത് ഫ്ലോറിഡയിലെത്തി. ഇതാ നിങ്ങൾക്ക് കാണാം, വെൽക്കം ടു ഫ്ലോറിഡ, സ്വന്തം വീട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ. അങ്ങനെ പോരണ വഴിക്കാണ് ഒരു ട്രക്ക് നിന്ന് കത്തുന്ന കണ്ടത്. ഇത് നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണ് കേട്ടോ. എനിവേസ് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പം ഓൾറൈറ്റ്, ബൈ.